പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള എല്ലാ നിയമങ്ങളിലൂടെയും കൊണ്ടുവന്ന് അവസാനം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറുമെന്ന് എന്നേക്കാളും ലോകത്തിലെ മറ്റാരേക്കാളും എല്ലാവരെക്കാളും ഉറച്ചു വിശ്വസിക്കുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നു. സമീപകാലത്താണ് അദ്ദേഹം മരിച്ചത്. അത് നാഥുറാം വിനായക ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെയാണ്. ഗോപാൽ ഗോഡ്സെ കുറച്ചു നാൾ മുമ്പ് ഇന്ത്യ ടുഡേ വാരികയ്ക്ക് ഒരു അഭിമുഖം നൽകുകയുണ്ടായി. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചു, ഞാനും നാഥുറാമും കൃത്യമായി RSS ശാഖകളിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. നാഥുറാം വളരെ അച്ചടക്കമുള്ളവനാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയെ കൊന്നു എന്നൊക്കെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിൽ ഭാഗങ്ങളിലേക്ക് സഭയുണ്ടേ വരാം. നാഥുരാമനെ കോടതി വിധി പ്രകാരം 1949 നവംബർ മാസം 15-ാം തീയതി തൂക്കിലേറ്റിയെങ്കിലും ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം, ചന്ദനമൊട്ടുകൾ കൊണ്ട് ദഹിപ്പിച്ച ചിതാഭസ്മം ഒരു പുണ്യനദികളിലും ഒഴുക്കിയിട്ടില്ല. ഞങ്ങൾ RSSന്റെ നാഗപ്പൂരിലെ കാര്യാലയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്തിനാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്ന് അഭിമുഖം നടത്തുന്ന ലേഖകൻ ചോദിക്കുന്നു. എന്തിനാണ് ഇതുവരെ പുണ്യനദികൾ ഒഴുക്കാതെ സൂക്ഷിച്ചു വച്ചത്? ഗോപാൽ ഗോഡ്സെ മറുപടി പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറും. അപ്പോൾ ഇന്ത്യയുടെ പുണ്യനദികളിൽ ഒഴുക്കാൻ വേണ്ടി ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഈ ചിതാഭസ്മം കലശം. അപ്പോൾ ഞാൻ പറഞ്ഞത് പയ്യെ 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 ഓരോ നടപടികളിലൂടെയും ഇവർ എത്തിക്കുന്നത് ആ രൂപത്തിലാണ്. എന്താണ്? RSSനൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയല്ല. ആ ഭരണഘടന സഹസ്രാബ്ദങ്ങൾക്കപ്പുറമായി എഴുതി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിങ്ങൾ വായിച്ചു നോക്കണം, ലൈബ്രറികളിൽ കിട്ടും. അതാണ് മനുസ്മൃതി. മനുസ്മൃതി ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായ, ബ്രാഹ്മണ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന. നമ്മുടെ ഇന്നത്തെ നായന്മാർ മുതൽ ഇങ്ങോട്ട്, നായർ സമുദായ അംഗങ്ങൾ മുതൽ ഇങ്ങോട്ട് ആ ഭരണഘടനയുടെ സംരക്ഷണ കവചത്തിൽ വരുത്തില്ല. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, നരൻ അശുദ്ധ വസ്തുവായി കണ്ടിരുന്ന കാലം. ഇതെല്ലാം മനുസ്മൃതിയുടെ ചുവട് പിടിച്ച് ഉണ്ടായ നിയമങ്ങളാണ്. മനുസ്മൃതിയുടെ ചുവട് പിടിച്ച് ഉണ്ടായ നിയമങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ ആദ്യഘട്ടത്തിൽ വായിച്ചത്. ഒരു ഹിന്ദു ഏകാധിപതി ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഹിന്ദു ഏകാധിപതി ഉണ്ടായി. ഹിന്ദു ഏകാധിപതി ഉണ്ടാവുന്നത് വരെ നമ്മൾ കയ്യും കെട്ടിയിരിക്കണമെന്നില്ല. മറിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നമ്മുടെ നടപടികൾ തുടർന്നുകൊണ്ടേയിരിക്കണം. വളരെ നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള കോൾമയിർ കൊള്ളിക്കുന്ന ഭരണഘടനയുടെ സംരക്ഷണാർത്ഥം അദ്ദേഹം നടത്താൻ പോകുന്ന പ്രസംഗവും എല്ലാം കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നതിനേക്കാൾ വലുതായി കാണുന്നത് അച്ചടക്കമുള്ള ഒരു സ്വയം സേവകനാണ്. അച്ചടക്കമുള്ളൊരു സ്വയം സേവകൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവകനാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും രാംനാഥ് കോവിന്ദും മോഹൻ ഭഗവതും എല്ലാം അച്ചടക്കമുള്ള സ്വയം സേവകരാണ്. രാഷ്ട്രീയ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ഒരു മതാധിഷ്ഠിതമായ, ഹിന്ദു മതാധിഷ്ഠിതമായ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് അവരിൽ നിക്ഷിപ്തമായ കടമ. അതിന് മുഖ്യ തടസ്സം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ആ ഭരണഘടനയെ പൊളിച്ചെഴുതി ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ മതേതര സെക്കുലർ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് മാറ്റി ഹിന്ദു സോവറിൻ റിപ്പബ്ലിക് എന്നാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം നരേന്ദ്രമോദിയിൽ നിക്ഷിപ്തമാണ്, LK അഡ്വാണിയിൽ നിക്ഷിപ്തമാണ്, അമിത്ഷായിൽ നിക്ഷിപ്തമാണ്, മോഹൻ ഭഗവതിൽ നിക്ഷിപ്തമാണ്, ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിൽ നിക്ഷിപ്തമാണ്. നമ്മുടെ നീതിന്യായ മേഖലകളിലെല്ലാം കടന്നുകൂടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ന്യായാധിപന്മാരായ സ്വയം സേവകരിലും ആ ഉത്തരവാദിത്വമുണ്ട്. ചെറുതായി കാണരുത്. അവരെല്ലാം ആ കടമ നിർവഹിക്കും. എങ്ങനെയാണ് ആ കടമ നിർവഹിക്കാൻ അവർ ബാധ്യസ്ഥരായിരിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അവർ വല്ലാതെ ഭയപ്പെടുന്ന ഒന്നാണ്. ആ ഭരണഘടന തകർക്കുക എന്നത്
നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അംഗീകരിച്ച 950 ഡിസംബർ മാസം 26-ാം തീയതിക്ക് ശേഷം രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് RSS പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെറുതായി വായിച്ചു കേൾപ്പിക്കാം. RSS എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയം സേവകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവാത്മാവും പരമാത്മാവുമാണ് മാധവ സദാശിവ ഗോൾവാർക്കർ, ഗുരുജി ഗോൾവാർക്കർ. അവർക്കാവശ്യമായ സൈദ്ധാന്തിക അടിത്തറ പകർന്നു നൽകുന്നയാളാണ്. എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ, ഹൈന്ദവ മതവിശ്വാസികൾക്ക് ശ്രീകൃഷ്ണൻ എന്ന പോലെ, ശ്രീരാമൻ എന്ന പോലെ, മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി പ്രവാചക പ്രഭു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എന്ന പോലെ, ക്രൈസ്തവർക്ക് യേശുദേവൻ എന്ന പോലെ, കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന പോലെ, RSSകാരെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ഗുരുജി ഗോൾവാർക്കറും വിചാരധാരയും, ദ ബഞ്ച് ഓഫ് തോട്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടും. ഗൂഗിളിലൊന്ന് വെറുതെ സെർച്ച് ചെയ്താൽ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് അടിച്ചു കൊടുത്താൽ അതെല്ലാം കിട്ടും. ഒന്ന് സമാധാനത്തോടുകൂടി ഇരുന്ന് വായിച്ചു നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് എന്താണ് ഗുരുജി ഗോൾവാർക്കർ വിചാരധാരയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിവിധ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭരണഘടനകളിലെ വ്യത്യസ്ത ആർട്ടിക്കിളുകൾ തുന്നിച്ചേർത്തുണ്ടാക്കിയ ക്ലേശകരവും വിജാതീയതയുള്ളതുമായ ഒന്നാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ സ്വന്തമെന്ന് വിളിക്കാവുന്ന യാതൊന്നും അതിലില്ല. നമ്മുടെ ദേശീയ ദൗത്യം എന്ത് എന്നതുപോലുള്ള മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചും അതിൽ ഒരു പരാമർശമെങ്കിലുമുണ്ടോ? ഇല്ല. ഇതാണ് RSS നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെക്കുറിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിനോടനുബന്ധിച്ച് എഴുതിയ കാര്യമല്ല ഞാനീ പറയുന്നത്. 950 എഴുതിയ കാര്യമാണ് ഞാനീ പറയുന്നത്. അന്നേ ആ ഭരണഘടന പൊളിച്ചെഴുതി ഒരു ഹിന്ദു മതാധിഷ്ഠിതമായ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ ഓരോ സ്വയം സേവകനും എത്രത്തോളം പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു പാരഗ്രാഫുകൾ വായിച്ചു കേൾപ്പിക്കാം. RSSന് ജന്മം നൽകിയത് ഡോക്ടർ ഹെഡ്ഗേവാറാണ്. ഡോക്ടർ ഹെഡ്ഗേവാർ, ലാലു ഖോഗലെ, BS മുഞ്ചെ, ഇത് RSSന്റെ സൈദ്ധാന്തികാചാര്യന്മാരാണ്. അതിൽ BS മുഞ്ചെ എഴുതിയത് വായിക്കുകയാണ്. ഇന്ത്യയിലുടനീളം ഹിന്ദുമതത്തെ ക്രമീകരിക്കാവുന്ന തരത്തിൽ ഹിന്ദു ധർമ്മശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയ പദ്ധതിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ പഴയ ശിവജിയെയോ വർത്തമാനകാലത്തെ ഇറ്റലിയിലെ മുസോളിനിയെയോ ജർമ്മനിയിലെ ഹിറ്റ്ലറെയോ പോലുള്ള ഒരു ഹിന്ദു ഏകാധിപതിയുള്ള നമ്മുടെ സ്വന്തം സ്വരാജ് ഉണ്ടാവാത്തിടത്തോളം ആ ആശയം സഫലീകരിക്കാനാവില്ല. എന്നാൽ അത്തരമൊരു ഏകാധിപതി ഇന്ത്യയിൽ ഉയർന്നു വരുന്നതുവരെ നാം കയ്യും കെട്ടിയിരിക്കണമെന്ന് അതിനർത്ഥമില്ല. നാം ശാസ്ത്രീയമായ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിനായി പ്രചാരണം നടത്തുകയും വേണം. BS മുഞ്ചെ. ഇത് ഇന്നലത്തെ എഴുതി വെച്ച വാചകമല്ല ഞാൻ വായിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഹിന്ദു മതാധിഷ്ഠിത രാഷ്ട്രമായി നമ്മുടെ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി RSSന് ബീജാവാപം നൽകിയ ഡോക്ടർ ഹെഡ്ഗേവാറും BS മുഞ്ചയുമെല്ലാം ചേർന്നെഴുതിയ പുസ്തകത്തിലെ വാചകങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഇങ്ങനെ കൽപ്പിച്ചുകൂട്ടിയ പ്രവർത്തനങ്ങളെല്ലാമാണ് നടത്തി വന്നുകൊണ്ടിരുന്നത്. അത് അടൽ ബിഹാരി വാജ്പേയി ആയാലും LK അഡ്വാനി ആയാലും ഇവരെല്ലാം ഈ കടമ നിർവഹിക്കാൻ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കണം. നിങ്ങൾ നരേന്ദ്രമോദിയുടെ പഴയ ചിത്രമെന്ന് ചകച്ചു നോക്കിക്കോ ഗൂഗിളിൽ. നല്ല ഒന്നാം തരം കാക്കി നിക്കറുമിട്ട് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല ബാൻഡ് സെറ്റിൻ്റെ ഒരു വരയൻ, അദ്ദേഹത്തിൻ്റെ ഒരു ക്രോസ് ബാറും ഒക്കെയായി നിൽക്കുന്ന നരേന്ദ്രമോദിയെ കാണാം. വന്ധ്യവയോധികനായ അടൽ ബിഹാരി വാജ്പേയി ഇതുപോലെ തന്നെ കാക്കി നിക്കറിട്ട് വെള്ള ഉടുപ്പിട്ട് ക്രോസ് ബാറിട്ട് ചിത്രം കാണാം. LK അഡ്വാനി, ലാൽകൃഷ്ണ അഡ്വാനി ഇതേ വേഷവിധാനത്തിൽ ഗണവേഷത്തിൽ കാണാം. ഇങ്ങനെ അവരെല്ലാം അച്ചടക്കമുള്ള സ്വയം സേവകരായിരിക്കുന്നിടത്തോളം കാലം അവർ ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിതമായ രാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ അവർ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമാണ്. ആ പ്രവർത്തനത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. മതേതര വിശ്വാസികൾക്ക്
ഇതെല്ലാം പലപ്പോഴായി പറഞ്ഞു കൊടുത്തപ്പോഴെല്ലാം വാജ്പേയി അല്ലേ നല്ലൊരു കവിത ചൊല്ലുന്നയാള്, മനോഹരമായി സംസാരിക്കുന്നയാള്, സരള ലളിതമായി നല്ല നർമ്മരസത്തോടു കൂടി സംസാരിക്കുന്നയാള്. പക്ഷെ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അന്ന് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, ഘർ വാപ്പസി പോലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അന്ന് വാജ്പേയി വളരെ സരസമായി പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മൾ പരിഷ്കാർ എങ്ങനെ സമീപിക്കണം രാജ്യത്തെ ജനങ്ങൾ. വളരെ ഭംഗിയായി അദ്ദേഹം പറഞ്ഞതാണ്. പരിഷ്കാർ, പുരസ്കാർ, തിരസ്കാർ. എന്താണ് എൻ്റെ അർത്ഥം? ആളുകളെ പരിഷ്കരിച്ച് നന്നാക്കാനാക്കാൻ നോക്കണം. നന്നാക്കി നോക്കിയാൽ അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കണം. കണ്ടോ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരം കൊടുത്തത്? ഗവർണർ പദവി കൊടുത്ത് കണ്ടോ? അവർക്ക് വേണ്ടി നല്ലവണ്ണം വാദിച്ചപ്പോൾ വാദിക്കുന്നവനെ പരിഷ്കരിച്ച് പുരസ്കാരം കൊടുക്കണം. രണ്ടും കൊടുത്തിട്ട് നന്നാവുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യണം? തിരസ്കാർ. ഇത് വാജ്പേയി പറഞ്ഞ വാചകമാണ്. ആളുകൾക്ക് അത് പിടികിട്ടിയില്ല. അപ്പോ ഇങ്ങനെ ഇവർ ഓരോരുത്തരും അവരുടെ പ്രതിജ്ഞാബദ്ധതയിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പാഴ്സിയും ജൈനവനും എല്ലാം ഒരു മുത്തുമാലയിൽ കോർത്തിട്ട മുത്തുമണികളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരു പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ പോലെ സ്വരുമയോടെ നടത്തിയ പോരാട്ടത്തിന്റെ പരിണിത ഫലമായി നേടിയെടുത്ത നാടിന്റെ സ്വാതന്ത്ര്യം, പരമാധികാരം, മതേതരത്വവും എല്ലാം പണയപ്പെടുത്തി അതിനെ ശിഥിലമാക്കി, രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കി, നമ്മുടെ രാജ്യത്തെ മതത്തെ ആസ്പദമാക്കിയുള്ള ലഹളകളിലേക്ക് രാജ്യത്തെ നയിക്കാൻ പര്യാപ്തമായ നിലയിലുള്ള ഒരു ഭേദഗതി ആയതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ എതിർക്കാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടുള്ളത്. RSS എന്തെല്ലാം ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി എന്തെല്ലാം ചെയ്യും എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ ഒത്തിരിയുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധി അദ്ദേഹം ഏറ്റവും അധികം വേദനിച്ചത് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളായി വിഭജിക്കുന്നതിനോടായിരുന്നു അദ്ദേഹം ഏറ്റവും അധികം വേദനിച്ചത്. അദ്ദേഹം അതിന് വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്റെ ഹൃദയത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നതിന് തുല്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങളായി വെട്ടിമുറിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഹൃദയത്തെ രണ്ടായി മുറിച്ചതിന് തുല്യമായ ആ കൃത്യം നിർവഹിച്ചപ്പോൾ മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമുണ്ടാക്കി അതിന്റെ ഓഹരിയും വാങ്ങിച്ചു പോയപ്പോൾ ആ മുഹമ്മദ് അലി ജിന്നയെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾ മുഹമ്മദ് അലി ജിന്നയുടെ പാകിസ്ഥാനിലേക്കില്ല, ഇന്ത്യൻ മണ്ണിൽ ജനിച്ച ഞങ്ങൾ മുസൽമാന്മാർ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു, ഇന്ത്യൻ മണ്ണിൽ വളർന്നു, ഇന്ത്യൻ മണ്ണിൽ മരിച്ചു വീണ് ഇന്ത്യയിലെ ഈ മണ്ണിൽ ലയിച്ചു ചേരുന്ന മുസൽമാൻ എന്ന് പറഞ്ഞ മുസൽമാനാണ്. അവരെ നിങ്ങൾക്ക് ഈ പൗരത്വ ഭേദഗതി കൊണ്ട് ഇവിടെ നാട്ടി ഓടിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഒരാളും സമ്മതിക്കില്ല. ഈ രാജ്യസ്നേഹികൾ ആരും സമ്മതിക്കില്ല. നിങ്ങളെല്ലാം പത്രത്തിൽ വായിച്ചല്ലോ, കാശ്മീരിലെ ഭീകരരോടൊപ്പം പിടികൂടിയ ദേവേന്ദ്ര സിംഗ്. നിങ്ങൾ RSSനെ തിരിച്ചറിയണമെന്ന് പറയുന്നത് അവിടെ നിന്നാണ്. RSSനെ തിരിച്ചറിയണമെന്ന് പറയുന്നത് അവിടെ നിന്നാണ്. അഫ്സൽ ഗുരു എന്ന് പറയുന്ന പാകിസ്ഥാൻ ഭീകര പട്ടികയിൽപ്പെടുത്തി പാർലമെന്റ് ആക്രമണ കേസിൽ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം തൂക്കിലേറ്റിക്കൊന്ന അഫ്സൽ ഗുരു, ആ അഫ്സൽ ഗുരുവിനെ പാർലമെന്റ് ആക്രമണ കേസിൽ നിരപരാധിയായിരുന്നുവെന്നും അയാളെ മനഃപൂർവ്വം പ്രതി ചേർത്തതാണെന്നും അയാളെ തൂക്കിലേറ്റരുതെന്നും പറഞ്ഞുകൊണ്ട് ആ പാർലമെന്റ് ആക്രമണ കേസിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 20-ൽ പരം സാഹിത്യ ബുദ്ധിജീവികൾ, നമ്മുടെ സാഹിത്യകാരിയായ അരുന്ധതി റോയിയുടെ നേതൃത്വത്തിൽ ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വായിച്ചു നോക്കണം. അതിൽ ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന ആളിന്റെ കഥാപാത്രത്തെ അന്നേ വിശദീകരിക്കുന്നുണ്ട്. ആ ദേവേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ആസൂത്രണം ചെയ്തതാണ്. നിങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ BJP ഓരോ ആക്രമണങ്ങൾ സൃഷ്ടിക്കും. കൃത്രിമമായിട്ടുള്ള ദേശാഭിമാനി ബോധം തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇവർ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുൽവാമയിൽ നടന്ന ആക്രമണത്തിനടക്കം ദേവേന്ദ്ര സിംഗിന് പങ്കുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
ദേവേന്ദ്ര സിംഗ് ഒരു മുസൽമാനായിരുന്നെന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. എന്തായിരിക്കും ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നത്? ദേവേന്ദ്ര സിംഗ് എന്ന് പറയുന്ന പട്ടാളത്തിലെ RSSകാരൻ, നമ്മുടെ ശത്രു രാജ്യത്തിന് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ദേവേന്ദ്ര സിംഗ്, അവരെല്ലാം ചേരുന്നതാണ് RSS. ഞങ്ങളുടെ പാർലമെന്റിൽ ഒരു പാർലമെന്റ് അംഗം ഇരിപ്പുണ്ട്, സന്യാസിനിയാണ്, പേര് പ്രജ്ഞാ സിംഗ്. ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പാർലമെന്റിലെ ചർച്ച നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന അംഗം A. രാജ നാഥുറാം വിനായക ഗോഡ്സെയെ പരാമർശിച്ച് സംസാരിക്കുകയുണ്ടായി. ഉടനെ പ്രജ്ഞാ സിംഗ് എന്ന് പറയുന്ന സന്യാസിനി പാർലമെന്റിനകത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഗോഡ്സെയെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റൂല, ഗോഡ്സെയെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റൂല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശഭക്തനുള്ള ഒരാളാണ് നാഥുറാം വിനായക ഗോഡ്സെ എന്ന് ആരാ പറയുന്നത്? പ്രജ്ഞാ സിംഗ്. പ്രജ്ഞാ സിംഗ് എന്തിനായിരുന്നു ദീർഘകാലം തീഹാർ ജയിലിൽ കിടന്നത്? തീഹാർ ജയിലിൽ കിടന്നത് ഇന്ത്യ രാജ്യത്തെ വിവിധങ്ങളായ മക്ക മസ്ജിദ് സ്ഫോടനമടക്കമുള്ള വിവിധ സ്ഫോടന പരമ്പരകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ നമ്മുടെ സൈന്യത്തിൽ നിന്ന് ശേഖരിച്ച് ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ പ്രതികളാക്കി ആശുപത്രിയിലാക്കി അവരെല്ലാം ജയിലിലാക്കാൻ ആസൂത്രണം ചെയ്ത തീവ്രവാദ കേസിൽപ്പെട്ടാണ് പ്രജ്ഞാ സിംഗ് ദീർഘകാലം ജയിലിൽ കിടന്നത്. ആ പ്രജ്ഞാ സിംഗ് ആണ് ഇന്ത്യൻ പാർലമെന്റ് എഴുന്നേറ്റ് നിന്ന് നാഥുറാം വിനായക ഗോഡ്സെയെ ദേശഭക്തനാണ് എന്ന് പറഞ്ഞു. ആ പരാമർശം പിൻവലിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പാർലമെന്റിനകത്ത് വലിയ ഉന്തും തള്ളും ബഹളവും ഒക്കെ നടത്തി സഭ നിർത്തിവെപ്പിച്ച് മാപ്പ് പറയണം. എന്തിന്? മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയായി 1949 നവംബർ മാസം 15-ാം തീയതി കോടതി വിധി പ്രകാരം തൂക്കിലേറ്റി കൊല്ലപ്പെട്ടയാളാണ് നാഥുറാം വിനായക ഗോഡ്സെ. ആ നാഥുറാം വിനായക ഗോഡ്സെയെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദേശഭക്തനായി പാർലമെന്റിനകത്ത് ചിത്രീകരിക്കാൻ RSSന് എങ്ങനെ ധൈര്യം വരുന്നു? അതാണ് അവരെ പഠിപ്പിച്ചെടുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പട്ടിക UAPA നിയമം ഭേദഗതി ചെയ്തപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഞങ്ങൾ ചിലർ ചോദിച്ചു, ഭീകരവാദ പട്ടികയിൽ ഒരു സംഘടനയെ കാണുന്നില്ലല്ലോ. സനാതൻ സംസ്ഥ എന്താണ് സംഘടനയുടെ പ്രത്യേകത? BJPയുടെ RSSന്റെ ആശയങ്ങളെ തുറന്നെതിർത്ത ഡോക്ടർ കൽബുർഗി കർണാടക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നയാൾ നേരെ വാതിൽ വന്ന് മുട്ടി വിളിക്കുന്നു, വാതിൽ തുറക്കുന്നു, അപ്പോഴേ തന്നെ നെഞ്ചിന് നേരെ വെടിവെക്കുന്നു, കൽബുർഗി മരിക്കുന്നു. ഇതുപോലെ തന്നെ വാതിൽ മുട്ടി വിളിക്കുന്നു ഗോവിന്ദ് പൻസാരെ, ഇന്ത്യയിലാകെ അറിയപ്പെടുന്ന ചിന്തകൻ പണ്ഡിതൻ, വാതിൽ മുട്ടി വിളിക്കുന്നു, വെടിവെക്കുന്നു, അദ്ദേഹത്തെ കൊല്ലുന്നു. നരേന്ദ്ര ദബോൾക്കർ, ഇന്ത്യയാകെ അറിയപ്പെടുന്ന ചിന്തകൻ പണ്ഡിതൻ, വാതിൽ മുട്ടി വിളിക്കുന്നു, നെഞ്ചിന് നേരെ വെടിവെക്കുന്നു, കൊല്ലുന്നു. ഗൗരി ലങ്കേഷ്, ഇന്ത്യയാകെ അറിയപ്പെടുന്ന പത്രപ്രവർത്തക, മുട്ടി വിളിക്കുന്നു, കൊല്ലുന്നു. കർണാടക പോലീസ് അന്വേഷിച്ചു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചു. അന്വേഷിച്ചപ്പോൾ ഈ 4 പേരെയും കൊന്നത് ഒരേ സംഘടനയാണ്, ഒരേ പ്രവർത്തകരാണ്, ഒരേ തോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടെത്തി. ആ സംഘടനയുടെ പേരാണ് സനാതൻ സംസ്ഥ. എന്തേ അതിനെ ഈ ഭീകരവാദ സംഘടനയുടെ പട്ടികയിൽപ്പെടുത്തുന്നില്ല? ഇതാണ് RSS. ഇതാണ് നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ RSS എന്താണെന്നും അവരുടെ നിയമങ്ങൾ എന്താണെന്നും നാം തിരിച്ചറിയണം. ഇവർ ഏതറ്റം വരെ പോകാനും ഒരിക്കലും മടിക്കില്ല ഇവരുടെ നയം നടപ്പിലാക്കാൻ. എന്തിനാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്? ബ്രിട്ടീഷ് പട്ടാളക്കാരൻ ബൂട്ട്സെറ്റ് ചവിട്ടി തന്റെ മേൽവരിയിലെ 4 പല്ലുകൾ ചവിട്ടിക്കൊഴിച്ച് കളഞ്ഞപ്പോൾ, അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ മോണയിൽ നിന്ന് രക്തം കിനിഞ്ഞിറങ്ങുന്നല്ലോ, വേദനിക്കുന്നില്ലേ എന്ന് മഹാത്മാഗാന്ധിയോട് ചോദിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, എൻ്റെ മോണയിൽ നിന്ന് രക്തം കിനിഞ്ഞിറങ്ങുന്നതല്ല, എന്നെ വേദനിപ്പിക്കുന്നത് എന്നെ ബൂട്ട്സെറ്റ് ചവിട്ടിയ പട്ടാളക്കാരൻ്റെ കാല് വേദനിച്ചോ എന്നതാണ് എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ അഹിംസയുടെ പ്രചാരകൻ മഹാത്മാഗാന്ധിയെ എന്തിനാ കൊന്നത്? ഒരു ഉറുമ്പിന്റെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മണൽത്തരി പോലും നുള്ളിയിടാൻ ലോകത്തൊരു ഉറുമ്പ് പോലും ചിന്തിക്കാത്ത അത്രയും വലിയ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സർവ്വ സൈന്യാധിപനായ മഹാത്മാഗാന്ധിയെ എന്തിനാണ് വെടിവെച്ച് കൊന്നത്?
1948 ജനുവരി മാസം 30 കൊന്നത്. ഈ വന്ധ്യവയോധികൻ, ഈ പ്രായം ചെന്ന മനുഷ്യൻ ഇനി എത്ര കാലം ജീവിച്ചിരിക്കാനാണ്? അതുകൊണ്ട് എന്തിനാ കൊല്ലുന്നതെന്ന് പോലും ഒരു ചെറിയ കൺസെഷൻ കാണിച്ചോ? എന്താ കൊന്നത്? രാമനും റഹീമുമാണ് ഇന്ത്യ. ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഇന്ത്യയുടെ ആത്മാവ്. പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ ദൈവത്തിന്റെ പുത്രന്മാരാണ്, ഹരിജനങ്ങളാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചു, പ്രവർത്തിച്ചു. അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചു. ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഇന്ത്യയുടെ ഐക്യം. രാമനും റഹീമും ചേരുന്നതാണ് ഇന്ത്യ. പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞു. 2 കുറ്റം, 2 വെടി, 5 വെടി. ഇതാണ് മഹാത്മാഗാന്ധിക്ക് കൊടുത്ത ശിക്ഷ. അത് ചെയ്യാൻ RSSന്, അത് ചെയ്തതിന്റെ ഫലമായിട്ടാണ് RSSനെ ഇപ്പോൾ ഇവർ മഹാത്മാഗാന്ധിക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇകഴ്ത്താൻ വേണ്ടി 3000 കോടി രൂപ മുടക്കിയവർ പ്രതിമ പണിതല്ലോ. സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ് മഹാത്മാഗാന്ധി വധത്തെ തുടർന്ന് RSSനെ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിച്ചത്. RSSനെ നിരോധിച്ചു ഇന്ത്യയിൽ. എവിടെ വെച്ച് കണ്ടാലും പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലിടാനുള്ള ഇന്ത്യൻ പാർലമെന്റിൽ നിയമം ഉത്തരവായി നടപ്പാക്കി സർദാർ വല്ലഭായ് പട്ടേൽ. അവസാനം മാപ്പെഴുതി കൊടുത്താണ് കുറെ കാലം കഴിഞ്ഞപ്പോൾ RSSന് നിയമാനുസൃതം പ്രവർത്തിക്കാൻ അനുവാദം കിട്ടിയത്. ആ മഹാത്മാഗാന്ധിയെ കൊന്ന RSS 1992 ഡിസംബർ 6 ലോകത്തെ എല്ലാ ഭരണകൂടങ്ങളും പറഞ്ഞു ബാബറി മസ്ജിദ് പൊളിക്കരുത്. ഇന്ത്യയുടെ ദേശീയോദ്ഗ്രഥന കൗൺസിൽ, ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും ചേരുന്ന ദേശീയോദ്ഗ്രഥന കൗൺസിൽ പറഞ്ഞു ബാബറി മസ്ജിദ് പൊളിക്കരുത്. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു പൊളിക്കരുത്. ന്യായാധിപന്മാർ, പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞു പൊളിക്കരുത്. ബുദ്ധിജീവികൾ, സാമൂഹിക സാംസ്കാരിക നായകന്മാർ എല്ലാവരും പറഞ്ഞു പൊളിക്കരുത്. എന്നാൽ പറഞ്ഞവരെ എല്ലാവരെയും അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ട് പട്ടാപ്പകൽ പിക്കാസും മമ്മട്ടിയും കോടാലിയും എല്ലാമായി സ്വയം സേവകരെല്ലാം കർസേവകരായി മാറി എല്ലാവരും നേരെ അങ്ങോട്ട് മാർച്ച് ചെയ്ത് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ ഒന്നൊന്നായി അവർ പൊളിച്ചടുക്കിയെടുത്തു. ലോകം മുഴുവൻ ഞങ്ങൾക്കെതിരാകും എന്നവർ കരുതിയില്ല. ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞത് നടപ്പിലാക്കും. അതാണ് ഞങ്ങൾക്ക് വേണ്ട അംഗീകാരം, സർട്ടിഫിക്കറ്റ്. അതാണ് RSS. നമ്മുടെ ഗുജറാത്തിൽ മനഃപൂർവ്വം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, വാജ്പേയിയുടെ സഹോദരി തന്നെ അതിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സ്വയം സേവകരുടെ ഒരു പരിപാടി കഴിച്ച് തിരിച്ചു പോകുമ്പോൾ ഗോദ്രയിൽ നടന്ന തീവണ്ടിയിൽ നടന്ന സ്ഫോടനം, അതവിടെ ഒരു സ്റ്റൗ കത്തിച്ച് പാചകം ചെയ്യുന്നതിനിടയിലുണ്ടായ സ്ഫോടനമാണ്. പക്ഷേ അത് മുസ്ലിങ്ങൾ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞായിരുന്നു വർഗീയ ലഹളകൾ അഴിച്ചുവിട്ടത്. മുസ്ലിങ്ങളുടെ വസ്തുക്കളെല്ലാം കൊള്ള ചെയ്തെടുത്തോളാൻ പറഞ്ഞു, സ്ത്രീകളെയെല്ലാം ആക്രമിച്ചോളാൻ പറഞ്ഞു. അപ്പോഴാണ് ഒരു ഗർഭസ്ഥ ശിശുവിനെ തൃശൂലത്തിൽ കുത്തിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന വാർത്ത കണ്ട് കവി സച്ചിദാനന്ദൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ടുള്ള കവിത എഴുതിയത്. ഇസ്രത്ത് ജഹാൻ, നമ്മുടെ തൊട്ടപ്പുറത്ത് ചാരുമൂട്, ഇസ്രത്ത് ജഹാനെയും ഭർത്താവിനെയും നിഷ്ഠൂരമായി പോലീസ് ആക്രമണം എന്ന് പറഞ്ഞായിരുന്നു നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നത്. ആ വെടിവെച്ച് കൊന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തി പോലീസ് കേസെടുത്തു. അത് സംബന്ധിച്ച് അന്വേഷണം നടന്നു. ആ കേസിന്റെ വിധി പറയാനുള്ള ജഡ്ജായി ജസ്റ്റിസ് ലോയ വന്നു. ജസ്റ്റിസ് ലോയ വിധി പറയുന്നതിന് മുമ്പായി ജസ്റ്റിസ് ലോയയോട് ചില മധ്യവർത്തികൾ ഇടപെടുന്നു. അമിത്ഷായെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയാൽ 100 കോടി രൂപ ജസ്റ്റിസ് ലോയയ്ക്ക് കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. ജസ്റ്റിസ് ലോയ ദേശസ്നേഹിയായ ഒരു ന്യായാധിപനായിരുന്നു. എനിക്ക് ആ പണം വേണ്ട എന്ന് പറയുന്നു. ജസ്റ്റിസ് ലോയ വളരെ അവിചാരിതമായി, പൂർണ്ണാരോഗ്യവാനായിരുന്ന ജസ്റ്റിസ് ലോയ ഒരു സുപ്രഭാതത്തിൽ മരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു ചടങ്ങിൽ വെച്ച് മരിക്കുന്നു. ഇതാണ് RSS. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ദേവേന്ദ്ര സിംഗ്മാർ ഉണ്ടാകുന്നു. അതാണ് RSS. ദേശഭക്തനായ നാഥുറാം വിനായക ഗോഡ്സെയെ കുറിച്ച് ഒരു അക്ഷരം പോലും ഈ പാർലമെന്റിൽ മിണ്ടരുത് എന്ന് പറയാൻ പ്രജ്ഞാ സിംഗിനെ പോലുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു പാർലമെന്റിൽ.
മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിലെ 6ാം പ്രതിയാണ് സവർക്കർ. ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ മാപ്പെഴുതി കൊടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ഒരേ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി വീര സവർക്കർ. ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യസഭയിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് അഭിമുഖമായി അവർ പാർലമെന്റിൽ ഒരു ചിത്രം കൂടി വെച്ചു, സവർക്കറുടെ പടം. മഹാത്മാഗാന്ധി വധക്കേസിൽ ജസ്റ്റിസ് കപൂർ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ സവർക്കറുടെ പങ്ക് അക്കമിട്ട് നിരത്തുന്നുണ്ട്. ആ സവർക്കറുടെ പടം അവിടെ എത്തി, ഇപ്പോൾ വെച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ ലോകസഭയിൽ മഹാത്മാഗാന്ധിയുടെ പടം മാത്രമേ ഉള്ളൂ. ഏറെ താമസിയാതെ ഒരു പടം കൂടി വരും, ഒരു പുതിയ രാഷ്ട്രപിതാവിൻ്റെ പടം. അതാണ് നാഥുറാം വിനായക ഗോഡ്സെയുടെ പടം. അവർ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ പ്രതിഷ്ഠിക്കും. അതാണ് RSS. അതുകൊണ്ട് നാളെ വിധി പറയാൻ പോകുന്നു, പരിശോധിക്കാൻ പോകുന്നു എന്ന് കണക്കാക്കി നമ്മുടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമെല്ലാം തണുപ്പിച്ചാൽ, ആറിച്ചാൽ, നമ്മളത് നിർത്തിവെച്ചാൽ, നമ്മൾ ലഘൂകരിച്ചാൽ നമുക്ക് ന്യായമായ വിധി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ പീരങ്കിക്കും തോക്കിനും അവരുടെ ഭീഷണിക്കും അവരുടെ കൂട്ടക്കൊലയ്ക്കുമെല്ലാം എതിരായി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരവീര പോരാളികളുടെ രക്തമാണ് ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അവരിത് കണ്ടൊന്നും ഭയപ്പെടില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ചന്ദ്രശേഖർ ആസാദും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്, ഭഗത് സിംഗ്. കഴുമരത്തിലേറുന്നതിന് 30 വയസ്സിൽ താഴെയാണ് പ്രായം ഇവരുടെ എല്ലാം. കഴുമരത്തിലേറ്റുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം പട്ടാളക്കാരൻ വിളിച്ചു ചോദിച്ചു ഭഗത് സിംഗിനോട്, എന്താണ് അവസാനത്തെ ആഗ്രഹം? എന്നെ നിങ്ങൾ വെടിവെച്ച് കൊല്ലണോ തൂക്കിലേറ്റണോ, എന്താ വേണ്ടത്? തൂക്കിലേറ്റിക്കൊന്നോ, എന്റെ മുഖം നിങ്ങൾ കറുത്ത തുണി കൊണ്ട് മറക്കരുത്, നിങ്ങൾ തൂക്കിലേറ്റി കൊല്ലുക. എന്റെ ഭൗതിക ശരീരത്തെ നിങ്ങൾക്ക് തൂക്കിലേറ്റാം, പക്ഷേ എന്റെ ആശയങ്ങൾ നിങ്ങളെയും കൊണ്ടേ പോകൂ, നിങ്ങളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കടമുഴുക്കി എറിയും എന്ന് പറഞ്ഞ ധീര ഭഗത് സിംഗിന്റെ പിന്മുറക്കാരാണ് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കയ്യൂരിലെ സമരസഖാക്കൾ അപ്പവും ചിരുകണ്ഠനും കുഞ്ഞമ്പവും അബൂബക്കറും അവരും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കിടുകിടാ വിറപ്പിച്ച സമര പോരാളികളായിരുന്നു. കയ്യൂർ സമരനായകരായ അവരോട് പോലീസ് ചോദിച്ചു തലേ ദിവസം, എന്താണ് അവസാനത്തെ ആഗ്രഹം? ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഉമ്മമാരോട് പറയണം, ഞങ്ങളുടെ അമ്മമാരോട് പറയണം, ഞങ്ങളെ ഓർത്ത് കരയരുത്, വേദനിക്കരുത്. ഞങ്ങൾ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഈ പിന്മുറക്കാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കടമുഴുക്കി എറിയും, അത് കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം എന്നാണ് കയ്യൂരിലെ തൂക്കുമരത്തിലേക്ക് കയറിപ്പോയ സമര സേനാനികൾ പറഞ്ഞത്. ബ്രിട്ടീഷ് പട്ടാളക്കാരൻ പിടിച്ചുകൊണ്ടുപോയി മലപ്പുറത്തെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പിടിച്ചുകൊണ്ടുപോയി കൽത്തുറുങ്കിൽ വെച്ച് കൊല്ലാൻ നേരം ചോദിച്ചു, എങ്ങനെ കൊല്ലണം? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പറഞ്ഞു, നിങ്ങൾ വെടിവെക്കുമ്പോൾ പുറകിൽ നിന്ന് വെടിവെക്കരുത്, നെഞ്ചിന് നേരെ വെടിവെക്കണം, നെഞ്ചിന് നേരെ. എനിക്ക് ഈ നാടിന് വേണ്ടി ഷഹീദാകാൻ, ഈ നാടിന് വേണ്ടി മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ പിന്മുറക്കാർ നിങ്ങളെയും കൊണ്ടേ പോകൂ. ഈ പോരാട്ടത്തിന്റെ രണഭൂമികളിൽ പോരാടി മരിച്ചവരുടെ ചോരയും രക്തവും എല്ലാം കുതിർന്ന ഈ മണ്ണിൽ അവരൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പോരാട്ടത്തിൽ ഒരു സംശയവും വേണ്ട, അമിത്ഷായും നരേന്ദ്രമോദിയേക്കാൾ ലോകത്തെ കിടുകിടാ വിറപ്പിച്ചവർ നൽകുന്ന പാഠമുണ്ട്. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച അഡോൾഫ് ഹിറ്റ്ലർ വിഷം കഴിച്ചാണ് ആത്മഹത്യ ചെയ്തത് എന്ന് മറന്നു പോകരുത് RSSന്റെ നേതാക്കന്മാർ. മുസോളിനിയെ കല്ലെറിഞ്ഞു കൊന്നും മുസോളിനിയെ വെടിവെച്ചു കൊന്നുമാണ് ജനക്കൂട്ടം തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തീർച്ചയായും അമിത്ഷാമാർക്കും മോദിമാർക്കും കാത്തിരിക്കുന്നത് ജനക്കൂട്ടത്തിന്റെ കല്ലേറും ജനക്കൂട്ടത്തിന്റെ വെടിവെപ്പുമായിരിക്കും. അതിൽ നിങ്ങളെ കൈകാര്യം ചെയ്തേ ഇവിടുത്തെ ജനത പിന്മാറുകയുള്ളൂ. അതുകൊണ്ട് ആ പോരാട്ട പദങ്ങളിലേക്ക് നാം നടന്നു കഴിഞ്ഞ നിയമപരമായി നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിത്. ആ ജനകീയ മുന്നേറ്റത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖും പാഴ്സിയും ജൈനവനും എല്ലാം ഒരു മുത്തുമാലയിൽ കോർത്തിട്ട മുത്തുമണികളെ പോലെ
നടത്തിയ സമരത്തിന്റെ പിന്മുറക്കാർ